ഈ മൂന്ന് മിടുക്കരെ നിങ്ങൾക്കറിയുമോ? കൊച്ചി സ്വദേശി പല്ലവി റേച്ചൽ ജോർജ്, കൊല്ലം സ്വദേശി GS ഗോപികൃഷ്ണൻ, കോട്ടയം സ്വദേശി മീനു രാജഗോപാലൻ നായർ. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കരിയർ തെരഞ്ഞെടുത്ത പ്രൊഫഷണലുകളാണിവർ. 2018 പ്രളയവും കഴിഞ്ഞ വയനാട് ദുരന്തവും നമ്മുടെ ഉള്ളുലച്ച സംഭവങ്ങളാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലിന്റെ പാഠങ്ങൾ പഠിക്കുക എന്നുള്ളത് ഏറെ പ്രധാനം. കാലാവസ്ഥാ പഠനത്തിന് അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയും തോറും പ്രസക്തിയേറുകയാണ്. രാജ്യാന്തര തലത്തിൽ ഏറെ പ്രസക്തിയുള്ള ഗവേഷണ മേഖലയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് US ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ നൽകുന്ന ഫുൾ ബ്രൈറ്റ് കലാം ക്ലൈമറ്റ് ഫെലോഷിപ്പ് കിട്ടിയ 3 മലയാളി പ്രതിഭകളാണിവർ. 2018 പ്രളയമാണ് പല്ലവി എന്ന എക്കണോമിക്സ് ബിരുദധാരിയെ കാലാവസ്ഥാ പഠനത്തിലേക്ക് ആകർഷിച്ചത്. ആ ദിശമാറ്റം ഇപ്പോൾ മസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം അന്തരീക്ഷ ഘടനയിൽ വരുന്ന മാറ്റങ്ങളിലാണ് ഗോപികൃഷ്ണന്റെ ഫോക്കസ്. അമേരിക്കൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എങ്ങനെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കാമെന്ന് പഠിക്കാൻ ഗോപികൃഷ്ണൻ കൊളംബിയൻ സർവകലാശാലയിൽ യാത്ര ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ മേഘങ്ങളെ അടുത്തെറിയാനുള്ള പഠനങ്ങൾക്കായി മീനു ന്യൂയോർക്കിലെ സ്റ്റോണി ബ്രൂക്ക് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ. ഫെലോഷിപ്പിന് അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ ഒരുക്കം തുടങ്ങാം. കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ നേരിടാൻ ഇന്ത്യയിലെയും അമേരിക്കയിലെയും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഫുൾ ബ്രൈറ്റ് കലാം ക്ലൈമറ്റ് ഫെലോഷിപ്പ്. ഇന്ത്യയിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് US-ൽ അവർ തിരഞ്ഞെടുക്കുന്ന സർവകലാശാലയിൽ 6 to 9 months ഗവേഷണം നടത്താൻ കഴിയും. ഏകദേശം 15 മുതൽ 25 ലക്ഷം രൂപയാണ് ഫെലോഷിപ്പ് തുക. അടുത്ത ജൂൺ ജൂലൈ സമയത്തേക്കുള്ള അപേക്ഷ ഇപ്പോഴേ തയ്യാറെടുപ്പുകൾ തുടങ്ങാം. അഭിമുഖത്തിലൂടെയായിരിക്കും നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. www.usief.org.in എന്ന വെബ്സൈറ്റിൽ വിശദ വിവരങ്ങൾ ലഭ്യമാണ്. മുൻപ് സ്കോളർഷിപ്പ് നേടിയ ഇന്ത്യക്കാരിൽ നിന്ന് ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ഇനി കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ടിഗ്ലോ കൊച്ചി ഓഫീസുമായും ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ താഴെ കാണുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.